ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ആശങ്കയിൽ മുന്നണികൾ. 2019-ൽ 76.34% പോളിംഗ് ഉണ്ടായിരുന്ന ഇടുക്കിയിൽ ഇത്തവണ 10% കുറവുണ്ടായി. പോളിംഗ് കുറഞ്ഞാലും അത് വിജയത്തെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. കൂട്ടിയും കിഴിച്ചുമുള്ള പരിശോധനയിലാണ് ഇടുക്കിയിലെ മുന്നണികൾ. 2019-നെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗിൽ വലിയ കുറവാണ് ഇടുക്കിയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ വിജയം ആർക്കൊപ്പമെന്നത് പ്രവചനാതീതം. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് മുന്നണികളുള്ളത്. ഇടുക്കിയിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം ഇടതു സർക്കാരിന്റെ ഭരണവും UDF നേതൃത്വത്തിന്റെ കപട വാഗ്ദാനങ്ങളുമെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് പറഞ്ഞു. ഈ രണ്ട് മുന്നണികൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന്. അവർക്ക് കിട്ടിയ രാഷ്ട്രീയ അധികാരം ദുർവിനിയോഗം ചെയ്തത് കണ്ടുമടുത്ത ജനങ്ങൾ അതിൽ വിട്ടുനിന്നത് തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് അപകടകരമാണ്. ഇരു മുന്നണികൾ ഇത് പുനർചിന്തനം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഹൈറേഞ്ചിൽ പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. LDFന് കിട്ടാതെ പോകാൻ സാധ്യതയുള്ള UDFന് അനുകൂലമായി ചെയ്യുന്ന വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് LDFന്റെ ഒരു സാധ്യതയും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നില്ല. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് UDF ആരോപിക്കുന്നു. UDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി. UDFന്റെ കേന്ദ്രങ്ങളിൽ നല്ല നിലയിലുള്ള ഒരു വോട്ടുകൾ സാധ്യമായിക്കൊണ്ടേയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു തരത്തിലേക്ക് തന്നെ ആ വോട്ടുകളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തരത്തിലുള്ള നിലയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു. ജില്ലയിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചെയ്തെന്ന് UDFും NDAയും ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ LDF തള്ളി. ഇടുക്കിയിൽ അപ്രതീക്ഷിതമായി പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഇനി കണ്ടറിയണം. ജനം, ഇടുക്കി.